ഉമേഷ് തൃപ്പൂണിത്തുറയിൽ നിന്ന് ഒരിക്കൽ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. ഉമേഷ്, എപ്പോഴാണ് മറ്റു കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്? മൃതദേഹം എപ്പോഴാണ് പുറത്തേക്ക് എടുക്കുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വ്യക്തത വന്നിട്ടുണ്ടോ? മനു, അത് മുഴുവൻ തീരുമാനമായിട്ടില്ല. പക്ഷേ നിലവിൽ പറഞ്ഞു കേൾക്കുന്നതനുസരിച്ച് അദ്ദേഹത്തിന്റെ മൃതദേഹം അല്പസമയത്തിനകം തന്നെ ഇവിടെ ഇറക്കുകയും പിന്നീട് നേരെ അദ്ദേഹം താമസിച്ചിരുന്ന കണ്ടനാട്ടുള്ള വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഈ തൃപ്പൂണിത്തുറയ്ക്ക് അടുത്ത് തന്നെയാണ് കണ്ടനാട് എന്ന് പറയുന്ന സ്ഥലം. അവിടെയാണ് അദ്ദേഹം താമസിച്ചിരുന്നത്. അവിടേക്ക് മൃതദേഹം ആദ്യം കൊണ്ടുപോകും. പിന്നീട് ഉച്ചയ്ക്ക് 1 മണിയോടെ അദ്ദേഹത്തിന്റെ പൊതുദർശനം ഉണ്ടാകും എന്നാണ് അറിയുന്നത്. അത് ഒരുപക്ഷെ എറണാകുളം ടൗൺ ഹാളിലായിരിക്കും പൊതുദർശനം എന്നാണ് ഇപ്പോൾ അനൌദ്യോഗികമായി അറിയുന്നത്. ഈ തൃപ്പൂണിത്തുറയിലും പൊതുദർശനത്തിനുള്ള സൗകര്യമുണ്ട്. തൃപ്പൂണിത്തുറ ലാൻഡ് ചൂഷണമുണ്ട്. പക്ഷേ അവിടെ സ്ഥലപരിമിതി പ്രശ്നമാണ്. ശ്രീനിവാസൻ പോലെ ഒരാളായതുകൊണ്ട് ഒരുപാട് പേർക്ക് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാനുണ്ടാകും. അതുകൊണ്ട് ഒരുപക്ഷെ എറണാകുളം ടൗൺ ഹാളിലെ ആയിരിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നേരെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് പിന്നീട് 1 മണിയോടെ എറണാകുളം ടൗൺ ഹാളിലേക്ക്. ഉമേഷ്, അതായത് ഇന്ന് രാവിലെ ഡയാലിസിസിനായി ആശുപത്രിയിലേക്ക് പോകുന്ന വഴിക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടാവുകയായിരുന്നു അല്ലേ? അതെ, അങ്ങനെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. രാവിലെ അദ്ദേഹം ഡയാലിസിസിന് വേണ്ടി എടപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി പെട്ടെന്ന് അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം വരികയും തീരാവശ്യ നിലയിലാവുകയും ചെയ്തപ്പോൾ ഏറ്റവും അടുത്ത ആശുപത്രി തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയാണ്, അവിടേക്ക് അദ്ദേഹത്തെ പ്രവേശിപ്പിക്കുകയായിരുന്നു. പക്ഷേ ഇവിടെ വെച്ച് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കേണ്ട വിവരം. അപ്രതീക്ഷിതമായ വിയോഗമാണ്. അദ്ദേഹത്തിന്റെ പൊതുദർശന സംസ്കാരം തുടങ്ങിയ കാര്യങ്ങളിലാണ് ഒരു തീരുമാനം ഉണ്ടാകേണ്ടത്. നിലവിൽ മക്കളിൽ വിനു ശ്രീനിവാസൻ നിലവിൽ ചെന്നൈയിലാണ് എന്നുള്ളതാണ് വിവരം. അവിടെ നിന്ന് ഒരുപക്ഷെ എത്തിയിട്ടുണ്ടാവും. അധികം വൈകാതെ ഇവിടേക്ക് എത്തും എന്നറിയുന്നു. ജാൻ ശ്രീനിവാസൻ നിലവിൽ കൊച്ചിയിൽ തന്നെ ഉണ്ട് എന്നാണ് ലഭിക്കുന്ന വിവരം. കുടുംബങ്ങളെ സംബന്ധിച്ച് അതാണ് അറിയുന്നത്. മറ്റൊട്ടേറെ പേർ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വരേണ്ടതുണ്ട്. അതുകൊണ്ട് ഇന്ന് തന്നെ സംസ്കാരം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തന്നെ ഒരു സംശയം പറയുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ മൃതദേഹം ഇവിടെ നിന്ന് നേരെ വീട്ടിലേക്കാണ് കൊണ്ടുപോകുക എന്നുള്ളത് ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ട്. വീട്ടിൽ നിന്ന് കണ്ടനാട്ട വീട്ടിൽ നിന്ന് പിന്നീട് പൊതുദർശനം നടക്കുന്ന ടൗൺ ഹാളിലേക്കായിരിക്കും കൊണ്ടുവരിക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. 1 മണിയോടെ അവിടെ എത്തിയ ശേഷം പൊതുദർശനം പൂർത്തിയാക്കും. പൊതുദർശനത്തിനകത്ത് എപ്പോൾ സംസ്കാരം എന്നുള്ളത് അധികം വൈകാതെ അക്കാര്യത്തിൽ ഒരു വ്യക്തത വരും പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഈ ആശുപത്രിയിൽ നിലവിൽ രമേശ് പിഷാരടി അടക്കമുള്ളവരാണ് ഇപ്പോൾ ആശുപത്രിയിലുള്ള. രമേശ് പിഷാരടി തൃപ്പൂണിത്തുറ താമസിക്കുന്നതാണ്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഇവിടേക്ക് എത്താൻ കഴിഞ്ഞെന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം തൃപ്പൂണിത്തുറ MLA കെ ബാബുവും ഇവിടെ ആശുപത്രിയിലുണ്ട്. വിവരം അറിഞ്ഞ് ഓരോരുത്തരായി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. രഞ്ജി പണിക്കരടക്കമുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കൂടുതൽ പേർ ഇവിടേക്ക് വരുമെന്നാണ് കരുതുന്നത്. അതിനുശേഷം ഔദ്യോഗികമായി തന്നെ എവിടെയാണ് പൊതുദർശനം സംസ്കാരം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഔദ്യോഗികമായി തന്നെ ഇവർ കൂടിയാലോചനകൾ നടത്തിയ ശേഷം കുടുംബാംഗങ്ങളുമായി ആലോചിച്ച ശേഷം അക്കാര്യം നമ്മളോട് പറയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ സിനിമാ മേഖലയിലുള്ളവർ മാത്രമല്ല, ശ്രീനിവാസനെ പോലെ ഒരാളാണ്. അതുകൊണ്ട് വിവരം അറിഞ്ഞ നിരവധി അറിയ ആശുപത്രിയിലും ഒക്കെ വരുന്നുണ്ട്. ആശുപത്രി പരിസരത്തുണ്ടായിരുന്നവരൊക്കെ ഇവിടേക്ക് വരികയാണ്. അദ്ദേഹത്തിനെ കാണാൻ കഴിയുമോ എന്ന് നോക്കുകയാണ്. പക്ഷേ മൃതദേഹം പുറത്തേക്ക് ഇറക്കിയിട്ടില്ല. അല്പസമയം കൂടി അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മാത്രമായിരിക്കും പുറത്തേക്ക് ഇറക്കുക. ഇവിടുന്ന് വീട്ടിലേക്ക് കൊണ്ടുപോകും. വീട്ടിൽ നിന്ന് പൊതുദർശനം. അങ്ങനെയാണ് ഇപ്പോഴത്തെ അനൌദ്യോഗികമായി അറിയുന്ന കാര്യം. അങ്ങനെയാണ്. അല്പസമയത്തിനകം ഇക്കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരും എന്ന് പ്രതീക്ഷിക്കുന്നു.